600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അതാർക്കാണ്? ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്ക് മാത്രം ആ മെസ്സേജ് പോയത്. വേറെ ആർക്കെങ്കിലും പോയോ? എന്താ കോൺഗ്രസിൻ്റെ പ്രശ്നം? എന്താ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രശ്നം? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രശ്നം ഈ പറഞ്ഞ 600 രൂപ 2000 ആയി എന്നുള്ളത് മാത്രമാണ്. അത് അവരറിയാൻ പാടില്ല, അത് കേരളം ചർച്ച ചെയ്യാൻ പാടില്ല. ഇപ്പം എന്ത് സംഭവിച്ചു? സ്മൃതി പറഞ്ഞോട്ടെ, ഇപ്പം എന്ത് സംഭവിച്ചു? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇത് ചർച്ച ചെയ്തു ഈ ഒരു മെസ്സേജിൻ്റെ കാര്യത്തിൽ മാത്രം. രണ്ടാമത്തെ കാര്യം എന്താ? ഡി എ കുടിശ്ശിക, മാർച്ച് മാസത്തെ ഡി എ കുടിശ്ശികൻ്റെ കൂടെ 10%, 3% ഉള്ളത് 10% കൂട്ടി 13% ഡി എ കുടിശ്ശിക നിങ്ങൾക്ക് ഡി എ കിട്ടുന്നവർക്ക് മാത്രം. കേരളത്തിലെ 2.5 കോടി 3.5 കോടി ജനങ്ങൾക്കല്ല കേട്ടോ, ഡി എ കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം മെസ്സേജ് അയച്ചു. അത് മാത്രമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ഈ രണ്ട് കാര്യത്തിന് വേണ്ടി ഇത് പി ആർ ആണെന്ന് പറയുന്നത് ഇത് ഇന്നത്തെ കാലത്തിൻ്റെ ടെക്നോളജിയാണെന്നേ. ഈ ടെക്നോളജിക്ക് അനുസരിച്ച് കാലം മാറി എന്നുള്ള കാര്യം. ഒരു ബാങ്കിൽ പോയി അക്കൗണ്ട് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങളുടെ നമ്പർ അവിടെ കൊടുത്തിട്ട് വന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്ര പൈസ വന്നു, എത്ര പോയി എന്നുള്ള ആ രീതിയിലെ കാലമെത്തി. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഡാറ്റ ചോർച്ച. ഒരു മിനിറ്റ് അല്ല പറയട്ടെ. ഡാറ്റ ചോർച്ചയുടെ കാര്യത്തിൽ എന്താ? ഡാറ്റ ചോർച്ച എന്ന് പറയുമ്പോൾ ഈ ഡാറ്റ ചോർച്ച ആരാ ചെയ്യേണ്ടത്? ചെയ്യുന്നത്? ഏതൊരു പ്രൈവറ്റ് കമ്പനിയാണോ? ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ആരുടെ വകുപ്പാ? IT ഡിപ്പാർട്ട്മെൻറ്റ് ആരുടെ വകുപ്പാ? പിണറായി വിജയൻ്റെ വകുപ്പാണ്. അത് ചീഫ് മിനിസ്റ്റർ ഓഫീസാണ്. അതറിയാവോ? IT ഡിപ്പാർട്ട്മെൻറ്റ്, ദ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് IT, ഗവൺമെൻറ് ഓഫ് കേരള. ഈ പറഞ്ഞ കേരളത്തിലുള്ള എല്ലാ വകുപ്പുകളുടെയും IT ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആരാ കൈകാര്യം ചെയ്യുന്നത്? IT വകുപ്പാണ്. ആ IT വകുപ്പിൻ്റെ കീഴിൽ സ്പെസിഫൈ ചെയ്തിട്ടാണ് എന്താണ് ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ളവർക്ക് ക്ഷേമ പെൻഷന് വേണ്ടി മാത്രമാണ്. അതെല്ലാം കൂടി ഒരു പൂളിലെടുത്തിട്ട് എല്ലാവർക്കും കൂടി ഒരു മെസ്സേജ് അല്ല അയച്ചിരിക്കുന്നത്.